ആ കവിതയിൽ രണ്ടാമത്തേത് അൽ ഖസീദത്തു സാനിയ, രണ്ടാമത്തെ ഖസീദ ഹിയ കദാലിക ഇൻദൽ മുവാജഹത്തി ശരീഫ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സലാം പറയുന്നിടത്ത് തന്നെ ഉണ്ട്. വഹിയൽ ഖസീദത്തുല്ലതി കതബഹൽ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് അൽ ഹദറമി അശ്ശാഫിഈ. ഹിജ്റ 1132 വഫാത്തായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എഴുതിയ വരിയാണ്. വഹിയ ഖസീദത്തുൻ ജമീല, അത് മനോഹരമായ കവിതയാണ്. നുഖശത് അല ശബാബീക മിനൽ ദാഖിലി വൽ ഖാരിജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന ഹുജറത്തു ശരീഫയുടെ ജനാലകളിൽ, അഴികളിൽ, അകത്തും പുറത്തുമെല്ലാം അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ കവിതയിലേക്ക് നമ്മളൊന്ന് പോയാൽ ആ കവിത എങ്ങനെ കാണാൻ പറ്റും മോനെ? സലാം പറഞ്ഞിറങ്ങുമ്പോൾ മേലുള്ള ഭാഗം നബിയുൻ അളീമുൻ ഖുലുഖുൽ ഖുലുഖുല്ലദീ എന്ന് കാണുന്ന വരി, ആ വരി നമ്മൾ പഠിച്ചു നോക്കിയാൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അതാ മദീനയിലേക്ക് വരുന്നു. സലക്നൽ ഫയാഫി വൽ ഖിഫാറ അലൻ നുജുബി തജിദു ബിനൽ അശ്വാഖു ലാ ഹാദിയർ റക്ബി ഫനഹ്വി അലൈഹാ ബിൽ അശിയതി വല്ലദീ യലിഹാ മിനൽ ലൈലിൽ ബഹീമി അലൽ കുതുബി യലുദു ലനാ അല്ലാ യലദാ ലനൽ കറാ ലിമാ ഖാലതൽ അർവാഹ മിൻ ഖാലിസുൽ ഹുബ്ബി. ഞങ്ങൾ മരുഭൂമിയിലൂടെ, വന്യമായ സ്ഥലത്തുകൂടെ ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചു വരികയാണ്. തജിദു ബിനൽ അശ്വാഖു ലാ ഹാദിയർ റക്ബി. ഒട്ടകത്തെ തെളിക്കാനുള്ള പാട്ടുപാടുമ്പോൾ ഒട്ടകങ്ങൾ ഇങ്ങനെ നല്ലപോലെ ഓടിച്ചാടിപ്പോകും. ആ പാട്ടിൻ്റെ ഊക്കുകൊണ്ടല്ല ഞങ്ങൾ സഞ്ചരിക്കുന്നത്, ഞങ്ങളുടെ പ്രണയത്തിൻ്റെ ഊക്കുകൊണ്ടാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, വയബ്റൂദു ഹർറും ബിൽ ഹജീരി തമുദ്ദു സമൂമുൻ ഇദാ ഹാജത് തുസഅ്സിഉ ലിൽ കുസുബി. കുന്നിൻ്റെ മുകളിൽ നിന്ന് അടിച്ചു വീശുന്ന തീ പാറുന്ന കാറ്റുണ്ട്. ആ കാറ്റ് വരുന്ന ചൂടുള്ളപ്പോഴും ഞങ്ങൾക്കത് തണുപ്പായിട്ടാണ് തോന്നുന്നത്. വയബ്റൂദു ഹർറുൻ ബിൽ ഹജീരി, നട്ടുച്ചക്കുള്ള ചൂട് ഞങ്ങൾക്ക് തണുപ്പാണ്. തമുദ്ദു സമൂമുൻ ഇദാ ഹാജത് തുസഅ്സിഉ ലിൽ കുസുബി. ആ മരുഭൂമിയിലെ കുന്നിൻ്റെ മുകളിലുള്ള മണൽപ്പരപ്പുകളെ ഓളം പോലെ ആക്കുന്ന ചൂടുകാറ്റുണ്ട്. ആ ചൂടുകാറ്റ് വരുമ്പോഴും ഞങ്ങൾക്ക് തണുപ്പാണ് അനുഭവപ്പെടുന്നത്. കാരണമെന്തേ? ഞങ്ങൾ പോകുന്നത് എവിടേക്കാണ്? ഇലാ ജനാബി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോകുന്നവരാണ്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, നസൽനാ ബിഖൈരിൽ ആലമീന മുഹമ്മദി നബിയിൽ ഹുദാ ബഹരിൻ നദാ സയ്യിദിൽ ഉറുബി റസൂലുൻ അമീനുൻ ഹാഷിമിയുൻ മുഅല്ലമു വസയ്യിദു മൻ യഅതി വമൻ മറ ഫിൽ ഹുഖ്ബി. അങ്ങനെ പറഞ്ഞു പോയിട്ട് അവസാനം മഹാനവറുകൾ പറഞ്ഞു, നബിയുൻ അളീമുൻ ഖുലുഖുൽ ഖുലുഖുല്ലദീ ലഹു അല്ലമർ റഹ്മാനു ഫീ സയ്യിദിൽ കുതുബി. ആ വരിയാണ് നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ കാണാൻ പറ്റും. അതാണ് അൻതർ സുൽഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എടുത്തെഴുതിയത്. അദ്ദേഹം കുറേ വരികൾ കൊണ്ടുവന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് 54 വരിയുള്ള കവിതയാണ്. ഇതിനെക്കുറിച്ച് മാത്രം ബസ്സാ മുഹമ്മദ് ബാറൂദ് അൽ ഖസീദത്തു ദാഖിലിയ എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ അതിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 16ാമത്തെ വരിയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുവാജഹത്തു ഷരീഫയിൽ ഇന്നും മായാതെ ഇരിക്കുന്ന മനോഹരമായ കവിത. അപ്പം മദീന എന്ന് വെച്ചാൽ പ്രണയിക്കുന്നവർ വന്ന് ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് നൂറ്റാണ്ടുകൾ ആ പ്രണയത്തിൻ്റെ ചുംബനം ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മദീന. അല്ലാതെ ലെനിനെപ്പോലെയും മാർക്സിനെപ്പോലെയും എംഗൽസിനെപ്പോലെയും ഇന്ദിരാഗാന്ധിയെപ്പോലെയും രാജീവ് ഗാന്ധിയെപ്പോലെയും ചരിത്രത്തിൽ നിന്ന് പഠിച്ചു വെച്ച ഒരാളല്ല മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കോടാനകോടി ആളുകൾ അനുഭവിക്കുകയാണ്, പിന്നെയും അനുഭവിക്കുകയാണ്.